പലപ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. CPM-നെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യാൻ DCC സെക്രട്ടറിയാണ് ആഹ്വാനം നൽകിയത്. ഇതിനെ 2 അംഗങ്ങൾ എതിർത്തു. ഇത് അവഗണിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് നൽകിയത്. BJPക്ക് ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനുള്ള ഗുണം നിങ്ങളൊന്ന് പറഞ്ഞായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് എന്ത് ഗുണം എന്ന് പറയണം. ജയിക്കുന്നു പറഞ്ഞ് നിങ്ങൾ മത്സരിപ്പിക്കുന്നില്ലല്ലോ, പൊളിറ്റിക്കലായിട്ടൊന്നും മത്സരിപ്പിക്കുന്നില്ലല്ലോ. ക്ഷേമകാര്യാണ് നമ്മൾ അവർക്ക് വിട്ടു തന്നിട്ടുള്ളത്. എന്തുകൊണ്ടല്ലേ ഉഷാദെ പറയണേ ക്ഷേമകാര്യം വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ സുമേഷ് വേണമെന്ന് പറഞ്ഞ കാര്യമാണ് ആരോഗ്യം പിടിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആവാനല്ല ഞാൻ പറയണത്. പക്ഷെ നമുക്ക് ഇട്ട് തന്നത് അവരാ. ക്ഷേമത്തിന്റെ കേസിൽ ഇപ്പൊ അനുദേശിച്ച് വെച്ചിരിക്കുന്നത് CPM-ന്റെ അക്ഷയ് സുനിൽ നമ്മൾ ജയിപ്പിക്കുന്നത്. അപ്പോഴും 2 എണ്ണമായിട്ടില്ല. ബാക്കി 3 നോമിനേഷൻ BJP നിൽക്കുന്നുണ്ട്. അത് അവർക്ക് നോമിനേഷൻ വെറുതെ കൊടുക്കുമ്പോൾ തന്നെ കയറി പോകും. അവര് 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൽ ഇന്ന് വോട്ടെടുപ്പ്. വിഴിഞ്ഞം വാർഡ് കൂടി ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി 51 സീറ്റിലെത്താനാണ് BJPയുടെ ശ്രമം. ഏതു വിധേനയും വാർഡ് നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കാൻ UDF-ഉം എല്ലാ അടവും പയറ്റുന്നു. 2 മുന്നണികൾക്കും വിമതശല്യങ്ങൾ ഭീഷണിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്തിന് പുറമെ മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്നായിരുന്നു 2 വോട്ടെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിയത്. പാമ്പാക്കുടയിലും മൂത്തേടത്തും നിലവിൽ UDF ഭരണമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ ബാധിക്കില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.